ഹലോ, നമസ്കാരം. ഹരേ കൃഷ്ണ. ശ്രുതി മോൾക്ക്, അവൻ്റെ അമ്മയ്ക്കും അച്ഛനും ജെൻസൻ്റെ എല്ലാവർക്കും ആ വേദന താങ്ങാൻ ഉള്ള ശക്തി കൊടുക്കണേ ഭഗവാനെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എനിക്ക് കുറച്ച് പറയാനുള്ളത്, ഇതെങ്ങനെ ആ പെൺകുട്ടി താങ്ങുമെന്നുള്ളത് കണ്ടറിയാം നമുക്ക് ജീവിതത്തിൽ. ദൈവം ഇത്ര പെട്ടെന്ന് അവൻ കൊടുത്ത ഞാൻ ജീവനുള്ളവരൊക്കെ അവളെ സംരക്ഷിക്കുമെന്ന് കൊടുത്തിട്ട് ഇത്രയും പെട്ടെന്ന് വിളിക്കുമെന്ന് ആരും കരുതിയതല്ല. പാവം. എന്താ ഇതിനെക്കുറിച്ച് പറയുക എന്ന് പോലും അറിയില്ല. ആ കുട്ടിനെ ആരാണ് ആശ്വസിപ്പിക്കാൻ ആസ്പത്രിയിലുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഇനി ജെൻസൻ്റെ അമ്മ തന്നെ അച്ഛനും അവളെ അവരുടെ ഒരു മകളായി തന്നെ സ്വീകരിച്ചുകൊണ്ട് അവളെ ആസ്പത്രിയിൽ നിന്ന് കൊണ്ടുപോയി സമാധാനിപ്പിക്കണം എന്നാണ് എൻ്റെ ഈ ഒരു മനസ്സിൽ തോന്നുന്നത്. ഞാൻ പറഞ്ഞേ ഉള്ളൂ. അവൻ ഏറ്റെടുത്ത ഞാൻ ജീവിതകാലം മുഴുവൻ അവളെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ അവൻ്റെ അമ്മയും അച്ഛനും ആ കുഞ്ഞിനെ, മോളിനെ, സുതിമോളിനെ ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെ അവൻ എല്ലാവരും പോണ പോലെ നിമിഷ നേരം കൊണ്ട് ഈ ഭൂമിയിൽ ഇല്ലാതായി. എന്നിട്ടും മനുഷ്യരിൻ്റെ അഹങ്കാരങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. വിഷമം ഭയങ്കര സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അങ്ങനെ അവൻ ഒടുവിലെ യാത്രയ്ക്കായെന്നും പ്രിയജനമേ ഞാൻ പോകുന്നു. ഒടുവിലെ യാത്രയ്ക്കായെന്നും പ്രിയജനമേ ഞാൻ പോകുന്നു. പരിമിതമാമീ ലോകത്തിൻ കടമകളെല്ലാം തീരുന്നേ. എനിക്ക് വരികൾ വരെ ഒരുപാട് മനസ്സ് വേദനിക്കുന്നുണ്ട്. ഒടുവിലെ യാത്രയ്ക്കായെന്നും പ്രിയജനമേ ഞാൻ പോകുന്നു. പരിമിതമാമീ ലോകത്തിൻ കടമകളെല്ലാം തീരുന്നേ. കൂടുതൽ എനിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. കൊച്ചി അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, സഹോദരികൾ, ആ പെൺകുട്ടി, ആരുമില്ലാത്ത ആ പെൺകുട്ടിയെ ഒന്ന് ചേർത്ത് പിടിക്കണേ എല്ലാവരും. അവളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അവൾ